പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്താണ് പറയേണ്ടത്? എന്താണ് പറയേണ്ടത്? നിങ്ങൾ തന്നെ പറയണം. ഈ വീഡിയോ കണ്ടിട്ട് എന്ത് പോക്രിത്തരമാണ് ഇവൻ കാണിക്കുന്നത് എന്ന് നിങ്ങൾ കണ്ടിട്ട് പറയണം. കാരണം നിങ്ങളാണ് വിലയിരുത്തേണ്ടത്. നിങ്ങളാണ് ഈ വീഡിയോ കണ്ടിട്ട് ഇതിന് എന്താണ് മറുപടി നിങ്ങൾ പറയേണ്ടത്. കണ്ടു നോക്കാദ്യം വീഡിയോ. കണ്ടില്ലേ നിങ്ങൾ? എന്താണ് പറയേണ്ടത്? ഇവൻ കാണിച്ച പോക്രിത്തരത്തിന്റെ പേരെന്താണ്? പറയും. ഇവന്റെ പേര് ഷാജഹാൻ. ഇവനൊക്കെ ഒരു വലിയ കണ്ടന്റ് ക്രിയേറ്റർ എന്നൊക്കെയാണ് പറയുന്നത്. സത്യം പറയുകയാണെങ്കിൽ റമളാൻ മാസം എന്ന് പറയുന്ന പുണ്യമാസത്തെ നമ്മുടെ മറ്റു മത സഹോദരങ്ങളായ ആൾക്കാർ പോലും വളരെ മാന്യമായിട്ടും അല്ലെങ്കിൽ വളരെ എന്താ പറയുക, ശുദ്ധിയോട് കൂടിയിട്ടൊക്കെയാണ് നമ്മുടെ മറ്റു മത സഹോദരങ്ങൾ പോലും മാനിക്കുന്നത്. അവിടെയാണ് ഇവനെ പോലുള്ള നമ്മുടെ കൗമുകൾ ഇതിനെ ഇത്രയും വൃത്തികെട്ട രീതിയിൽ ചിത്രീകരിക്കുന്നത്. ഏതെങ്കിലും ഒരു നോമ്പെടുക്കുന്ന ഒരു സഹോദരൻ ഇത്തരമായ ഒരു രീതി കാണിക്കുമോ? പറയും. ഞാൻ സത്യം പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് വളരെ വിഷമം തോന്നും. ഈ റമളാൻ മാസത്തെയും ഈ നോമ്പിനെയും അല്ലെങ്കിൽ ആൾക്കാർ പള്ളിയിൽ പോണേയും ഈ റമളാൻ മാസമാകുമ്പോൾ ഇതിനെ ഏറ്റവും കൂടുതൽ കണ്ടന്റായിട്ട് വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്നത് അങ്ങ് വടക്കൻ ജില്ലയിലുള്ള ആൾക്കാരാണ്. പ്രത്യേകിച്ച് നമ്മുടെ കൗമുകളാണ്. മനസ്സിലായോ? നമ്മുടെ കൗമുകളാണ്, വടക്കൻ ജില്ലയിലുള്ളവരാണ്, വടക്കേ മലബാർ അങ്ങോട്ടുള്ളവരാണ്. ആർക്കും സങ്കടം തോന്നരുത്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയുന്ന കാര്യമാണ്. ഇവൻ കാണിച്ച തോന്നിവാസത്തിന്റെ പേരെന്താണ്? പറയും. മറ്റു മത സഹോദരങ്ങൾ പോലും ഇവന്റെ വീഡിയോയുടെ താഴെ പോയിട്ട് വളരെ ഇതിൽ പറയുകയാണ്, ഈ റമളാൻ മാസത്തെ പോലും നിനക്ക് ബഹുമാനിക്കാൻ കഴിയാത്ത നീ എന്ത് മുസ്ലിമാണെന്നാണ് ഇവനോട് പോയി ചോദിക്കുന്നത്. പറയും. ഇവൻ കാണിച്ച പോക്രിത്തരത്തിന്റെ പേരെന്താണ്? ഏതൊരു മുസ്ലിമാണ് അല്ലെങ്കിൽ ഏതൊരു വിശ്വാസിയാണ് ഈ റമളാൻ മാസത്തിൽ 30 നോമ്പെടുക്കുന്ന ഏതൊരു വിശ്വാസിയാണ് ഇങ്ങനെ കാണിക്കുന്നത്? നിങ്ങൾ പറയും. ഞാനും നിങ്ങളും എല്ലാവരും നോമ്പെടുക്കുന്നവരാണ്. നമ്മൾ ആരെങ്കിലും ഇങ്ങനെ ഒരു മോശത്തരം കാണിക്കുമോ? പറയും. കാണിക്കോ? എന്ത് തോന്നിവാസമാണ് ഇവൻ കാണിച്ചു വച്ചിരിക്കുന്നത്? ഇതിനെ വിമർശിച്ചുകൊണ്ട് മറ്റു പല സഹോദരങ്ങളും വീഡിയോ ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? അതായത് മറ്റു പല മതത്തിൽപ്പെട്ട എൻ്റെ പ്രിയ സഹോദരന്മാർ പോലും ഇവനെ, ഈ വീഡിയോയെ വിമർശിച്ചുകൊണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്ത് തോന്നിവാസമാണ് ഈ നാറി കാണിക്കുന്നത്? ഇവന് കണ്ടന്റിന് വേണമെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. എന്തിനാണ് ഇത്തരം കണ്ടന്റുകൾ ചെയ്യുന്നത്? ഇത് സത്യം പറഞ്ഞാൽ ഇവൻ മാത്രമല്ല, ഒരുപാട് വലിയ കണ്ടന്റ് ക്രിയേറ്റർ ആണെന്ന് പറഞ്ഞിട്ട് നടക്കുന്ന മലപ്പുറം ജില്ലയ്ക്കകത്തുള്ള അല്ലെങ്കിൽ വടക്കേ മലബാറിലുള്ള ഒരുപാട് ഇൻഫ്ലുവൻസർമാരെന്ന് പറഞ്ഞ് നടക്കുന്നവരും അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേറ്റർമാരെന്ന് പറഞ്ഞ് നടക്കുന്നവന്മാരും ഈ തോന്നിവാസം തന്നെയാണ് റമളാൻ മാസത്തിൽ കാണിച്ചു കൂട്ടുന്നത്. നോമ്പിനെ മോശമാക്കുന്ന വീഡിയോ, നോമ്പ് തുറക്കുന്നതിനെ മോശമാക്കുന്ന വീഡിയോ, അല്ലെങ്കിൽ നോമ്പ് പിടിച്ചുകൊണ്ട് മറ്റ് കടകളിൽ പോയി ഒളിച്ച് ഫുഡ് കഴിക്കുന്നതിൻ്റെ വീഡിയോ, അതൊക്കെ എടുത്തിട്ട് നമ്മുടെ കൗമുകൾ തന്നെയാണ് നമ്മളെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ മോൻ കാണിച്ച ഇല്ലായ്മത്തനത്തിനെ നിങ്ങൾ എന്ത് പേരിട്ട് വിളിക്കും? പറയും. ഇവനിത് ചെയ്യാൻ പാടുണ്ടോ? ഈ മോശത്തരല്ല ഇവൻ കാണിച്ചത്. എത്രയോ ആൾക്കാരെന്നറിയാം ഇവനെ ഈ വിമർശിക്കുന്നത്. ഞാൻ ഒരുപാട് പേര് കണ്ടു ഇവനെ വിമർശിക്കുന്നത്. ഇതെന്താണിത് കാണിച്ചു വെച്ചിരിക്കുന്ന തോന്നിവാസം? നിങ്ങൾ തന്നെ പറയും. ഇവൻ കാണിച്ചു വെച്ച തോന്നിവാസത്തിന്റെ പേരെന്താണ്? പറയും. മോശമല്ലേ ഇതൊക്കെ? വളരെ മോശമാണ്. വളരെ മോശമെന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. എടാ പുന്നാര മോനെ ഷാജഹാനെ, നിനക്ക് കണ്ടന്റ് ഉണ്ടാക്കണമെങ്കിൽ മറ്റു പല കാര്യങ്ങളും എടുത്തിട്ട് കണ്ടന്റ് ഉണ്ടാക്കി. ഇത്തരം വിഷയങ്ങളിലും ഇത്തരം വിശ്വാസപരമായ കാര്യങ്ങളിലും ഇത്തരം മോശമായിട്ട് നീ ചിത്രീകരിക്കുന്ന കണ്ടന്റ് നീ എന്തിനു വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്? കുറച്ച് റീച്ചിനും ലൈക്കിനും വേണ്ടിയിട്ടാണെങ്കിൽ മറ്റു പല കാര്യങ്ങളുണ്ട്, ചെയ്യ്. അതേപോലെ കാര്യങ്ങളൊക്കെ ചെയ്യ്. പക്ഷെ ഇത് വളരെ മോശമായി പോയി. ഇത്രയും വളരെ മാന്യമായിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്തെന്നറിയോ? ഈ മാസത്തെ ബഹുമാനിച്ചുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ല നിനക്ക് ഞാൻ തരുന്ന മറുപടി. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞു സഹോദരങ്ങൾ.